നേപ്പാളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അരാഷ്ട്രീയവാദികളെന്ന് പലപ്പോഴും മുദ്ര കുത്തപ്പെട്ട ജൻസി ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം മുന്നിൽ നിൽക്കുന്നു. അഴിമതിക്കാരായ മന്ത്രിമാരെ പോലും അവർ പൊതുനിരത്തിൽ പട്ടിയെപ്പോലെ തല്ലി ഓടിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് വരെ അവർ തീ വെച്ചിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് നേപ്പാളിൽ സംഭവിക്കുന്നത്? ഇതിന് പിന്നിൽ അമേരിക്കയുടെ കറുത്ത കരങ്ങളുണ്ടോ? പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പോൾ നേപ്പാളും കടന്നുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ അടുത്ത ലക്ഷ്യം നമ്മുടെ രാജ്യമായ ഇന്ത്യയാണോ? നമുക്ക് ആ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ എഴുതണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ മാസം 8-ാം തീയതി വലിയ രീതിയിൽ യുവാക്കൾ ജൻസി പ്രതിഷേധിക്കുന്നു എന്ന ബാനറുകളുമായി നേപ്പാളിൻ്റെ തെരുവുകളിൽ ഇറങ്ങി. കാഠ്മണ്ഡു, പൊക്കാര, ചിറ്റ്വാൻ അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ വലിയ സിറ്റികളിലേക്ക് ആളിപ്പടർന്നു. ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും പ്രക്ഷോഭങ്ങളിലൊക്കെ കണ്ട പോലെ പ്രക്ഷോഭകർ പാർലമെന്റിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. പ്രക്ഷോഭകരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുണ്ടായി. ആദ്യം പോലീസ് ടിയർ ഗ്യാസ്, റബ്ബർ ബുള്ളറ്റ് എന്നിവയാണ് ഉപയോഗിച്ചത് എങ്കിൽ പിന്നീട് യഥാർത്ഥ ബുള്ളറ്റുകൾ പോലും ഉപയോഗിച്ച് പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചു. പ്രക്ഷോഭങ്ങളിൽ 20ഓളം യുവാക്കൾ മരണപ്പെട്ടു, 300ഓളം പേർക്ക് പരിക്ക് പറ്റി. എന്നിട്ടും വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തി. പാർലമെന്റ് അടക്കമുള്ള സർക്കാർ കെട്ടിടങ്ങളും മുതിർന്ന നേതാക്കളുടെ വീടുകളും അടക്കം പ്രതിഷേധക്കാർ തീവെച്ചു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് ശേഷവും പ്രതിഷേധക്കാർ അടങ്ങിയില്ല. ബാൽക്കോട്ടിലെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതി അവർ ആക്രമിച്ചു. കൂടാതെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ള ഒട്ടനവധി നേതാക്കളുടെ വീടുകൾ പ്രതിഷേധക്കാർ ആക്രമണത്തിന് ഇരയാക്കി. നേപ്പാളി വിദേശകാര്യമന്ത്രി അർസു റാണ ദേബയെ അവർ ആക്രമിച്ചു. ധനകാര്യമന്ത്രി ബിഷ്ണു പ്രസാദിനെതിരെയും ആക്രമണങ്ങൾ നടന്നു. അദ്ദേഹത്തെ പ്രതിഷേധക്കാർ ഓടിച്ച് പിടിക്കാൻ നോക്കിയ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിട്ട് തന്നെ മാറിയിരുന്നു. ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. മുൻ പ്രധാനമന്ത്രി ജലനാഥ് കനാലിൻ്റെ ദല്ലുവിലുള്ള വസതി പ്രതിഷേധക്കാർ ആക്രമിച്ച് തീ വെക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും വലിയ രീതിയിൽ പൊള്ളലേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 9-ാം തീയതി രാത്രി 10 മണിയായപ്പോഴേക്കും നേപ്പാളി ആർമി തന്നെ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതായിട്ട് വാർത്തകൾ വന്നു. അവർ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത്, ഇതിലൂടെ കണ്ണോടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നേപ്പാളി ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നേപ്പാൾ സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് അവരുടെ നേതാക്കൾക്കെതിരെ, അതുമാത്രമല്ല പ്രതിപക്ഷ നേതാക്കളടക്കമുള്ള രാഷ്ട്രീയക്കാർക്കെതിരെ പോലും വലിയ രീതിയിൽ അവമതിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. നേപ്പാളിലെ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നത് 28 വയസ്സിന് താഴെയുള്ള പൗരന്മാരാണ്. ജൻസി എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. 1997-നും 2012-നും ഇടയിൽ ജനിച്ച ആളുകളെയാണ് ഈ പേരിൽ വിളിക്കുന്നത്. ജനറേഷൻ സി എന്നാണ് ഇവരറിയപ്പെടുന്നത്. പൊതുവെ പലരും ഇവരെ അരാഷ്ട്രീയവാദികൾ, രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത ആളുകൾ എന്ന രീതിയിൽ മുദ്രകുത്തുമെങ്കിലും ഒരു രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം നയിക്കാനും അവിടുത്തെ ഭരണകൂടത്തെ മണിക്കൂറുകൾക്കുള്ളിൽ കെട്ടുകെട്ടിക്കാനും സാധിക്കുമെന്ന് അവർ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് ബംഗ്ലാദേശിൽ നമ്മൾ നോക്കിയാലും ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ നിന്നത് ചെറുപ്പക്കാർ തന്നെയായിരുന്നു. ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇപ്പോൾ നേപ്പാളിലും സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ബംഗ്ലാദേശിലൊക്കെ നടന്ന ഒരു യുവജന പ്രക്ഷോഭത്തിൻ്റെ മോഡൽ തന്നെയാണ് നേപ്പാളിലും ആവർത്തിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ റിസർവേഷനും തൊഴിലില്ലായ്മയുമായിരുന്നു കാരണമായി പറഞ്ഞിരുന്നത് എങ്കിൽ നേപ്പാളിൽ അത് പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയ നിരോധനമായിരുന്നു. പിന്നീട് അഴിമതിക്കെതിരെയുള്ള ഒരു കലാപമായിട്ട് ഇത് ആളിപ്പടരുകയായിരുന്നു. പരോക്ഷമായി ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മറ്റ് ചില കാരണങ്ങളുണ്ട്. ചെറുപ്പക്കാർക്കിടയിൽ മറ്റേത് രാജ്യത്തിലെയും പോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ. പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ നേപ്പാളിലെ ആളുകൾ ധാരാളമായിട്ട് അവ ഉപയോഗിക്കുന്നുണ്ട്. നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ ശരിക്കും ആരംഭിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 5-ാം തീയതി തൊട്ടാണ്. ആ ദിവസം നമ്മൾ നോക്കിയാൽ നേപ്പാൾ സർക്കാർ ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ് അടക്കമുള്ള 23ഓളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ബാൻ ചെയ്തതായിട്ട് വാർത്തകളിൽ കാണാൻ പറ്റും. അതിനവർ പറഞ്ഞ കാരണം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ശരിയാണെന്ന് തോന്നാം. നിരോധിക്കപ്പെട്ട ഈ പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ നേപ്പാളി ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റിയുമായി രജിസ്റ്റർ ചെയ്യാനുള്ള കാലാവധിക്കുള്ളിൽ, അതായത് ഒരു രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണമല്ലോ, ആ ഒരു കാലാവധി കൊടുത്തിരുന്നു. ആ കാലാവധിക്കുള്ളിൽ അവർ രജിസ്റ്റർ ചെയ്തില്ല, അതിനാലാണ് ബാൻ ചെയ്തത് എന്നായിരുന്നു. പക്ഷേ യഥാർത്ഥ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് മുന്നിൽ ചില നിബന്ധനകൾ കൂടി നേപ്പാൾ ഭരണകൂടം വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നേപ്പാൾ ഭരിക്കുന്നത് ഇടത് കക്ഷികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും കുറച്ച് സെൻട്രൽ ലെഫ്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന നേപ്പാളി കോൺഗ്രസും ഒക്കെ ചേർന്ന ഒരു കൂട്ടു മന്ത്രിസഭയാണ്. നേപ്പാളിൽ ഈ സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള അഴിമതികൾക്കെതിരെ നിരന്തരമായിട്ട് ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ധാരാളം പോസ്റ്റുകളെല്ലാം വന്നിരുന്നു. ഇതിനോട് ചേർന്ന് ഭരണകർത്താക്കളുടെയും രാഷ്ട്രീയക്കാരുടെയും, അത് പ്രതിപക്ഷ നേതാക്കളാണെങ്കിലും അവരുടെ കുടുംബങ്ങളുടെയെല്ലാം ആഡംബര ജീവിതം തുറന്നു കാണിച്ചുകൊണ്ടുള്ള ധാരാളം വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാവാൻ തുടങ്ങി. രാഷ്ട്രീയക്കാരുടെ മക്കളെല്ലാം അഴിമതി പണം കൊണ്ട് വിദേശത്തിരുന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന വീഡിയോസ് വൈറലാവുന്ന സമയത്ത് നേപ്പാളിലെ യുവാക്കൾ
തൊഴിലില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഇത് വലിയ രീതിയിൽ ചർച്ചയായി. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ബാൻ വന്നത്. കാരണം സർക്കാരിന് സോഷ്യൽ മീഡിയകളെ നിയന്ത്രിക്കാനുള്ള അധികാരം വലിയ രീതിയിൽ നൽകുന്ന, എന്തെല്ലാം ജനങ്ങൾ കാണണമെന്ന് സർക്കാർ തീരുമാനിച്ച് സെൻസർ ചെയ്ത് നടപ്പിലാക്കുന്ന രീതിയിലുള്ള നിയമമായിരുന്നു സോഷ്യൽ മീഡിയകൾ അവിടെ രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ സോഷ്യൽ മീഡിയ കമ്പനികൾ തയ്യാറായില്ല. അതുകൊണ്ട് അവരെ ബാൻ ചെയ്തു. ഇത് ജനങ്ങളെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ജെൻസിയെ വീണ്ടും ചൊടിപ്പിക്കുകയാണ്. തങ്ങളുടെ പണം തന്നെ മോഷ്ടിച്ച് അല്ലെങ്കിൽ അഴിമതി നടത്തി സ്വന്തം മക്കളെ വിദേശത്ത് അടിച്ചു പൊളിക്കാൻ വിടുകയാണ്. ഇപ്പോഴിതാ തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നിരോധനത്തിലൂടെ കുറേയേറെ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, പിന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ വരുമാന മാർഗം, ഇതൊക്കെ ഇല്ലാതായിട്ട് മാറി. ഇങ്ങനെ സർക്കാരിനോടുള്ള അവമതിപ്പും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ കൂടെ വന്നപ്പോൾ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി തെരുവുകളിലേക്ക് വ്യാപിക്കുകയാണ്. വാസ്തവത്തിൽ ഈ പ്രതിഷേധം തുടങ്ങിയത് സെപ്റ്റംബർ 7-ാം തീയതി ഞായറാഴ്ച 12ഓളം മാധ്യമ പ്രവർത്തകരിലൂടെയായിരുന്നു. അവർ ഈ നിരോധനത്തെ എതിർത്ത് കാഠ്മണ്ഡുവിൽ പ്രതിഷേധിക്കാൻ ആരംഭിച്ചിരുന്നു. നേപ്പാളിൽ വന്നിട്ടുള്ള സോഷ്യൽ മീഡിയകളുടെ നിരോധനം ജനാധിപത്യ മൂല്യങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് അവർ ആദ്യം തന്നെ വാദിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ആദ്യമൊന്നും ഇവരുടെ പ്രതിഷേധം കാര്യമായി എടുത്തില്ല. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, അന്തസ്സ്, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിഷേധക്കാർക്ക് പ്രധാനമന്ത്രി കൊടുത്ത മറുപടി. എന്നാൽ സെപ്റ്റംബർ 8-ാം തീയതി ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയ സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ആ ദിവസം തന്നെ സർക്കാർ മുട്ടുമടക്കി സോഷ്യൽ മീഡിയകളുടെ നിരോധനം എടുത്തു കളഞ്ഞുവെങ്കിലും പ്രക്ഷോഭങ്ങൾ ഒന്നും തന്നെ അവസാനിച്ചില്ല. കാരണം യഥാർത്ഥ പ്രശ്നം സോഷ്യൽ മീഡിയ നിരോധനമായിരുന്നില്ല. രാജ്യത്തിൻ്റെ അവസ്ഥയും ജനങ്ങളുടെ തൊഴിലില്ലായ്മയും രാഷ്ട്രീയക്കാർ നടത്തുന്ന വലിയ രീതിയിലുള്ള അഴിമതികളുമായിരുന്നു. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അഴിമതി ധാരാളമായി നടക്കുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയ ഇന്ത്യയേക്കാൾ മോശം സ്ഥാനത്താണ് നേപ്പാൾ ഉള്ളത്. അപ്പോൾ പിന്നെ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് തന്നെയാണ്. സ്വാഭാവികമായും വലിയ അഴിമതി തന്നെ നേപ്പാളിൽ നടക്കുന്നുണ്ട്. അത് ആ രാജ്യത്ത് വലിയൊരു പ്രശ്നവുമാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ പണം അഴിമതിയിലൂടെ സ്വന്തമാക്കി ആഡംബര ജീവിതം നയിക്കുകയാണ് എന്നുള്ള ഒരു നരേറ്റീവ് നേപ്പാളിലെ ജനങ്ങൾക്കിടയിൽ ഈ സോഷ്യൽ മീഡിയ നിരോധനത്തിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. തങ്ങൾ വലിയ രീതിയിൽ പണമില്ലാതെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് നേതാക്കളുടെ മക്കളുടെ വലിയ രീതിയിലുള്ള ആഡംബര ജീവിതം നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കാണുന്ന സമയത്ത് പിന്നെ യഥാർത്ഥത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പേപ്പേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെ അന്വേഷണം നടന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട യാതൊരു ആവശ്യവുമില്ല. അവർ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി രാജിവെച്ചു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ സംഭവത്തിന് ശേഷം സ്ഥിതിഗതികൾ സൈന്യത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ കുറച്ചൊക്കെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങി എന്ന് തന്നെ പറയാം. 2008-ൽ നേപ്പാൾ എന്ന രാജ്യം ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറിയതിന് ശേഷം ഒരു പ്രധാനമന്ത്രി പോലും 5 വർഷം തികച്ച് ഭരിച്ചിട്ടില്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ 17 വർഷത്തിനിടെ 14ഓളം സർക്കാരുകൾ മാറി മാറി നേപ്പാൾ ഭരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ കാര്യം നോക്കിയാലും വ്യത്യാസമൊന്നുമല്ല. ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടുന്നത് ഒരേ കാലയളവിലാണ്. എങ്കിൽ പോലും പാകിസ്ഥാനിലും ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും തൻ്റെ ടേം കാലാവധി പൂർണ്ണമായിട്ടും ഭരിച്ച് തീർത്തിട്ടില്ല. ഈ സമയത്താണ് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യവും വ്യത്യസ്ത പാർട്ടികൾ ഭരിച്ചുകൊണ്ട്, വ്യത്യസ്ത നേതാക്കൾ ഭരിച്ചുകൊണ്ട് എങ്ങനെ കൃത്യമായിട്ട് പോകുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോഴെന്തായാലും നാഥനില്ല കളരിയായ നേപ്പാളിനെ നയിക്കാൻ അടുത്ത ഊഴം ആർക്കായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. താൽക്കാലിക ഭരണകൂടം എന്ന നിലയ്ക്ക് ഇപ്പോഴുള്ള നേതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ മുൻ ചീഫ് ജസ്റ്റിസുമാരിൽ നിന്നോ അടുത്ത പ്രധാനമന്ത്രിയെ കണ്ടെത്താനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ജെൻസി പ്രക്ഷോഭങ്ങളില്ലേ, അവയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന അവരുടെ കണ്ണിലുണ്ണികളായ നേതാക്കൾ തന്നെയാണ്. അതിൽ പ്രധാനി 35 വയസ്സുള്ള റാപ്പറായ കാഠ്മണ്ഡുവിലെ മേയറായ ബലേൻ എന്നറിയപ്പെടുന്ന ബലേന്ദ്ര ഷായാണ്. ഇപ്പോൾ നേപ്പാളിൽ നടന്ന ഈ ജെൻസി പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള ഒട്ടനവധി പോസ്റ്റുകൾ ബലേന്ദ്ര ഷാ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലെ കമൻറ്റ് ബോക്സിൽ ബലേൻ ഷാ ആയിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ നമുക്കൊന്ന് കണ്ണോടിച്ചാൽ കാണാം. എന്തായാലും പിന്നീടുള്ള ഒരു പോസ്റ്റിൽ സെപ്റ്റംബർ 9-ാം തീയതി അദ്ദേഹം ഈ പ്രക്ഷോഭകരോട് മടങ്ങിപ്പോവാൻ ആഹ്വാനം ചെയ്യുന്നതും നമുക്ക് കാണാവുന്നതാണ്. നേപ്പാളിലെ ജെൻസി ആഘോഷിക്കുന്ന മറ്റൊരു നേതാവ് ഹമി നേപ്പാൾ എന്നൊരു NGOയുടെ സ്ഥാപകനായ സുഡാൻ ഗുരുങ്ങാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ ബലേൻ ഷാ എന്നും
സുഡാൻ ഗുരുങ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇവർ ജെൻസി യുവാക്കൾക്കിടയിൽ ഇത്രയധികം സ്വാധീനം പിടിച്ചു പറ്റിയത്? പല സ്ഥലത്തും വായിക്കാൻ കഴിയുന്നത് പോലെ ഇവർ അമേരിക്കയുടെ കളിപ്പാവകളായ ഇന്ത്യ വിരുദ്ധരായ ശക്തികളാണോ? ആദ്യം ബലേൻ ഷായുടെ കാര്യം തന്നെ എടുക്കാം. പുള്ളി ഒരു മേയർ ആണെങ്കിലും സാധാരണ ഒരു മേയർക്കും ലഭിക്കാത്ത അന്താരാഷ്ട്ര പ്രാധാന്യം അദ്ദേഹത്തിന് മുന്നേ ലഭിച്ചിരുന്നു. 2023 ടൈം മാഗസിൻ്റെ ടോപ്പ് 100 എന്ന ലിസ്റ്റിൽ അദ്ദേഹത്തെ കൂടി ഫീച്ചർ ചെയ്തിരുന്നു. 2023 ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനം അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നേപ്പാളിലെ അമേരിക്കൻ അംബാസിഡർ ആർ തോംസണുമായി ഇദ്ദേഹം നിരന്തരമായിട്ട് കൂടിക്കാഴ്ചകളെല്ലാം നടത്തിയിട്ടുണ്ട്. 2022 24 ഇത് സംഭവിച്ചു എന്നതിൻ്റെ രേഖകൾ ലഭ്യമാണ്. ഇങ്ങനെ നോക്കിയാൽ സാധാരണ ഒരു മേയർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പരിഗണനകൾ ഇദ്ദേഹത്തിന് പലപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നത് ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് റാപ്പ് സംഗീതമെല്ലാം പാടുന്ന ഒരു റാപ്പറായിരുന്നു ഇദ്ദേഹം. 2015 നേപ്പാളിൽ നടന്ന വലിയൊരു ഭൂകമ്പത്തിൻ്റെ ഭാഗമായിട്ട് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം ഏർപ്പെട്ടിരുന്നു. അവിടെ നിന്നാണ് ഇദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ചേർന്ന് ഏതാണ്ട് 2500ഓളം വീടുകൾ ഭൂകമ്പ സമയത്ത് പുനർനിർമ്മിച്ച് നൽകിയിരുന്നു. ഈ കാര്യം കൂടെ സംഭവിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ജൻസികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ലഭിച്ചു എന്ന് മാത്രമല്ല, സംഗീത വേദികളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പായിട്ട് 2015 നേപ്പാൾ ഭൂകമ്പത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് ഇദ്ദേഹം റാപ്പ് മ്യൂസിക് പാടുന്ന ആളാണ്. ഇന്നത്തെ കാലത്ത് ജൻസീസിനെ എളുപ്പത്തിൽ ആകർഷിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നായിട്ട് റാപ്പ് സംഗീതത്തെ കണക്കാക്കാവുന്നതാണ്. ഷായുടെ ഗാനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ, റാപ്പ് സംഗീതത്തിലൂടെ നിരന്തരമായി ഒലി സർക്കാരിനെ അദ്ദേഹം ആക്രമിക്കുമായിരുന്നു. പ്രത്യേകിച്ച് 2020 റിലീസായ ബലിദാൻ, സാക്രിഫൈസ് എന്ന ഗാനം ഇതിൻ്റെ ഉദാഹരണമാണ്. ഇതിന് യൂട്യൂബിൽ നോക്കിയാൽ 11 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്. ഇനി വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, പ്രക്ഷോഭ സമയത്ത് ഷാ ലെറ്റ് ദ ഗവൺമെൻറ് അലോ മീ ടു ടോക്ക് എന്ന ക്യാപ്ഷനോടുകൂടി ഈ ഗാനം റീപോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കൂടാതെ ഷാ മുൻ പ്രധാനമന്ത്രി ഒലിയെ ഒരു തീവ്രവാദിയെന്നും മകനെയോ മകളെയോ നഷ്ടപ്പെടുന്നതിലുള്ള വേദന അറിയാത്ത ആളാണെന്നുമുള്ള രീതിയിലൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തതും നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ വലിയ രീതിയിൽ നേപ്പാളി സർക്കാരിനോട് എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്ന ബലേൻ ഷാ പ്രക്ഷോഭയുടെ കണ്ണിലുണ്ണിയായി മാറിയതിൽ അത്ഭുതം ഒന്നും തന്നെയില്ല. കാരണം സർക്കാരിനെതിരെയാണ് പ്രധാനമായിട്ടും പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടെ നോക്കേണ്ടതാണ്. ഇദ്ദേഹം, അതായത് ഷാ, ഗ്രേറ്റർ നേപ്പാൾ എന്നൊരു കോൺസെപ്റ്റിന് പിന്തുണ കൊടുക്കുന്ന ആളാണ്. ഗ്രേറ്റർ നേപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാപ്പിൽ നമ്മൾ നോക്കിയാൽ ഇന്ത്യയുടെ സ്ഥലമായിട്ടുള്ള ബീഹാർ, ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ, ചൈന ചെയ്യുന്നത് പോലെ ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി മാപ്പ് ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ച ഒരു നേപ്പാളിയാണ് ഈ റാപ്പറായിട്ടുള്ള ഷാ. അദ്ദേഹം ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ കാഠ്മണ്ഡുവിലെ മേയർ ഓഫീസിൽ പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ റാപ്പറായിട്ടുള്ള ഷായുടെ ഇന്ത്യ വിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. 2023 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ഇന്ത്യൻ സിനിമയായ ആദിപുരുഷിൻ്റെ പ്രദർശനം അദ്ദേഹം നിർത്തലാക്കിയിരുന്നു എന്ന് മാത്രമല്ല, ഇനി കാഠ്മണ്ഡുവിൽ ഒരു ഇന്ത്യൻ സിനിമയും കളിക്കണ്ട എന്ന വിവാദ തീരുമാനവും ഇദ്ദേഹം ആ സമയത്ത് എടുത്തിരുന്നു. പിന്നീട് സുപ്രീം കോടതി ഈ നിരോധനമെല്ലാം നീക്കം ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിന് ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ്. അതായത് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, അതിനുവേണ്ടി എണ്ണയൊഴിച്ചു കൊടുക്കുന്ന ബലേൻ ഷാ അമേരിക്കൻ കളിപ്പാവയാണോ എന്നത് ഒരു സംശയമാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയം പ്രകടമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും ബംഗ്ലാദേശിൽ നടന്നതുപോലെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു തനിയാവർത്തനം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്ന കാര്യങ്ങളെയും നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജൻസികളുടെ നേതാവായ മറ്റൊരാളെ നോക്കണം. അതാണ് ഹമി നേപ്പാൾ എന്ന NGOയുടെ സ്ഥാപകൻ സുഡാൻ ഗുരുങ്. ഹമി നേപ്പാൾ എന്ന സംഘടനയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സുഡാൻ ഗുരുങ് എന്ന വ്യക്തിയെ വിശേഷിപ്പിക്കുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നാണ്. കൂടാതെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സംഘടനയിലൂടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ട് എങ്കിൽ അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന വ്യക്തിയായിട്ട് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കാണാം. എന്നാൽ നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭ സമയത്ത് എങ്ങനെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാം, ആവശ്യമായ സന്ദർഭങ്ങളിൽ എങ്ങനെ സമാധാനം വെടിഞ്ഞ് ആക്രമണപരമായി പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടാം എന്നൊക്കെയുള്ള വിശദീകരണം ഒരു വീഡിയോയിലൂടെ ഇദ്ദേഹം പുറത്തിറക്കിയിട്ടുമുണ്ട്. നിരന്തരമായി ഈ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ ഇദ്ദേഹത്തിൻ്റെ ഹാൻഡിലിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാം. 2015 നടന്ന ഭൂകമ്പം തന്നെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഭാഗമാവാൻ ഇദ്ദേഹത്തിന് പ്രചോദനമായത് എന്നാണ് പറയുന്നത്. അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹം സന്നദ്ധ പ്രവർത്തകരെ ആവശ്യമുണ്ട് എന്ന തരത്തിൽ ഒരു അപേക്ഷ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 200ഓളം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേരുകയും അവരെല്ലാം ദുരിതമുഖത്ത് സഹായങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഹമി നേപ്പാൾ എന്ന സംഘടനയ്ക്ക് ഇദ്ദേഹം രൂപം കൊടുക്കുന്നതും. പിന്നീട് 2020ഓടെ 1600ഓളം ആളുകൾ അടങ്ങുന്ന ഒരു വലിയ സംഘടനയായിട്ട് തന്നെ ഇത് മാറുന്നുമുണ്ട്. ഈ സംഘടനയ്ക്ക് അൽ ജസീറ, കൊക്കക്കോള, വൈബർ, ഗോൾഡ് സ്റ്റാർ, മൾബറി ഹോട്ടൽസ് തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്.
അപ്പോൾ കാര്യം മനസ്സിലാക്കുക, ബലേൻ ഷായും സുഡാൻ ഗുരൂങ്ങും ഈ മേഖലകളിലേക്ക്, അതായത് തങ്ങളുടെ മേഖലകളിലേക്ക് കടന്നു വരാനുള്ള ഒരേ കാരണം 2015 ഭൂകമ്പം തന്നെയായിരുന്നു. എന്നാൽ ഇത് മാത്രമല്ല ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം. ഗുരുങ്ങിന്റെ ഹമി നേപ്പാൾ എന്ന സംഘടനയുടെ മെന്റർ ഡോക്ടർ സണ്ടുക് റൂയിറ്റ് ആണ്. അദ്ദേഹം ശരിക്കും ഒരു നേത്രരോഗ വിദഗ്ധനും ധാരാളം വ്യക്തികളെ കാഴ്ചയുടെ ലോകത്തേക്ക് നയിച്ച മനുഷ്യസ്നേഹിയുമാണ് എന്നാണ് ഹമി നേപ്പാളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയുള്ള വിശദീകരണം. ഇദ്ദേഹത്തിന്റെ ഈ നല്ല പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ട് റമോൻ മക്സസെ അവാർഡ് ഫൗണ്ടേഷൻ മക്സസെ അവാർഡ് നൽകി ഇദ്ദേഹത്തെ ഒരിക്കൽ ആദരിക്കുകയും ചെയ്തിരുന്നു. റമോൻ മക്സസെ അവാർഡ് ഫൗണ്ടേഷന്റെ സ്ഥാപകൻ ആരാന്നറിയോ? അമേരിക്കൻ ജീവകാരുണ്യ പ്രവർത്തകനായ റോക്കർഫെല്ലർ ബ്രദേഴ്സ് ഫണ്ടാണ്. ഈ റമോൻ മക്സസെ എന്ന പേര് എവിടെ നിന്നാണ് കിട്ടുന്നത്? റമോൻ മക്സസെ എന്നത് മുൻ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഫിലിപ്പീൻസിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ അമേരിക്കയ്ക്കും CIA-ക്കും ഒപ്പം നിലകൊണ്ട വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡാണ് ഡോക്ടർ സണ്ടുക് റൂയിറ്റിന് ലഭിച്ചത്. റോക്കർഫെല്ലർ കുടുംബം പോലെ ഡീപ് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന ഒരു കുടുംബം ഇത്തരം അംഗീകാരങ്ങൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഈ ഹമി നേപ്പാൾ എന്ന സംഘടനയുടെ മെന്ററായ വ്യക്തി തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായി ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണെന്ന് ഊഹിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അനുമാനിക്കാൻ സാധിക്കുന്നതാണ്. ആ രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളും ലഭ്യമാണ്. അതായത് പറഞ്ഞു വന്നത്, അമേരിക്കൻ ചായ്വുള്ള അനുഭാവമുള്ള സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ തന്നെയാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന കാര്യം ചിന്തിച്ചാൽ തന്നെ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നതാണ്. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പോലെ ഇവിടുത്തെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലും അമേരിക്കയാണോ അല്ലെങ്കിൽ അമേരിക്കയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഉൾപ്പെടെയുള്ള ആളുകൾ ചൈനയോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നവർ തന്നെയാണ്. ഒലിയുടെ ഭരണകാലത്ത് ഇന്ത്യയുമായി അല്പം അകന്നുവെങ്കിലും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഭാഗമാവാൻ നേപ്പാൾ കരാർ ഒപ്പിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനയോട് കൂടുതൽ അടുക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ വരുന്നതിൽ അത്ഭുതമൊന്നും തന്നെയില്ല. അങ്ങനെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ശത്രുതയില്ലേ, സൗത്ത് ഏഷ്യയിൽ ആര് എന്നുള്ള മത്സരത്തിൻ്റെ തുടക്കമായിട്ട് നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഇത്രയധികം ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളും അസ്ഥിരതയുമെല്ലാം ഉണ്ടാവാൻ ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത്. അമേരിക്ക മാത്രമല്ല സൗത്ത് ഏഷ്യയിൽ ഞങ്ങളാണ് വലുത് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ചൈനയും കളികൾ നടത്തുന്നുണ്ട്. മ്യാൻമറിലെ 2021 മിലിറ്ററി അട്ടിമറിയിൽ ചൈനയുടെ പങ്ക് വളരെ വ്യക്തം തന്നെയാണ്. പിന്നീട് അമേരിക്കൻ കളികളിലൂടെ നടന്നു എന്ന് സംശയിക്കപ്പെടുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലുള്ള പ്രക്ഷോഭങ്ങൾ മറ്റു ഉദാഹരണങ്ങളുമാണ്. എന്താണെങ്കിലും ഇന്ത്യയുടെ തൊട്ട അയൽ രാജ്യങ്ങളിൽ ഇതുപോലുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം നടന്നുവെങ്കിലും ഇന്ത്യയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ അടുത്ത കാലത്ത് നടന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിലൊന്നും വലിയ രീതിയിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ തെരുവിലിറക്കാനും ശേഷിയുള്ള പ്രക്ഷോഭമായിട്ട് മാറാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യ സാംസ്കാരികമായിട്ടും പ്രാദേശികമായിട്ടും ഒരുപാട് വൈവിധ്യമുള്ള രാജ്യമായതുകൊണ്ടാവും ഒരു സ്ഥലത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളൊന്നും മറുഭാഗത്ത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാത്തത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വളരെ ശക്തമായതുകൊണ്ടും ആവാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഫണ്ട് വരുന്ന ധാരാളം NGOസിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പക്ഷേ ഇതുകൊണ്ടാവാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം NGOകൾ വഴിയാണ് അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾ ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പ്രക്ഷോഭങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പലരും ആരോപിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഇന്ത്യ കൂടുതൽ അകലുകയും ചൈനയുമായിട്ട് താൽക്കാലികമായിട്ടെങ്കിലും അടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് വരുന്ന വാർത്തകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അമേരിക്ക തീർച്ചയായിട്ടും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്നതും ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കണം. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാൻ ഇന്ത്യക്ക് സാധിച്ചാൽ ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വരാൻ ഇന്ത്യ എന്ന രാജ്യത്തിന് വലിയ പ്രയാസം ഉണ്ടാവില്ല. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് എന്താണ് നേപ്പാളിൽ സംഭവിച്ചത് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ സംശയിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്നും നമ്മളിന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. കൂട്ടുകാർക്ക് വേണ്ടി ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാവുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.